None of us could have imagined how our world and our lives would be thrown into turmoil by this new virus. All over the world, we have seen heartwarming acts of resilience, inventiveness, solidarity, and kindness. But we have also seen concerning signs of stigma, misinformation, and the politicization of the pandemic. We all want this to be over. We all want to get on with our lives. But the hard reality is, this is not even close to being over. We have already lost so much, but we cannot lose hope. The next few months are going to be very tough, and some countries are on a dangerous track. Too many countries are seeing an exponential increase in cases, and that's now leading to hospitals and ICU running close or above capacity, and we're still only in October. നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഡിഫറൻസിയേഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഡിഫറൻസിയേഷൻ കൊണ്ടുള്ള അതിൻ്റെ പ്രായോഗികത അല്ല, അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്താ? ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറൻസിയേഷൻ്റെ പലതരം യൂസസ്, ഏതൊക്കെ ഫീൽഡിലാണ് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫിസിക്സുമായി കുറച്ച് ബന്ധമുള്ള ഒരു സെക്ഷനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫിസിക്സിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് ഡിഫറൻസിയേഷൻ. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ഒരു ഉദാഹരണത്തിലേക്ക് പോവാം. സി ആൻ എക്സാമ്പിൾ, എ ബലൂൺ which always remains spherical has a variable radius. So first we consider a balloon. Suppose it is a balloon. അങ്ങനെ ഊതി വലുതാക്കിയ ഒരു ബലൂണാണുള്ളത്. Its shape is what? Spherical. Actually, shape of a balloon is not a spherical one, but for this question we are taking a spherical shaped balloon, and this is its radius. Okay, so by the question, a balloon which always remains spherical shape has a variable radius. Radius is a variable one. Why do we say that radius is variable? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ ബലൂൺ നമ്മൾ ഊതി വലുതാക്കുന്നതിന് റേഡിയസ് വലുതായിക്കൊണ്ട് വരും. ഇത് വലുതായിക്കൊണ്ട് വരും. കുറച്ചുകൂടെ കാറ്റ് നിറച്ചാൽ ബലൂൺ എത്രയാവും അല്ലേ? അപ്പോൾ റേഡിയസ് കുറച്ചും കൂടെ വലുതാവും. സോ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? റേഡിയസ് ഈസ് എ വേരിയബിൾ വൺ, ഹാസ് എ വേരിയബിൾ റേഡിയസ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസിങ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഈസ് ടു ബി ഫൗണ്ട് ഔട്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് കാണണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം. വാട്ട് ഇസ് എ വോളിയം? വി വോളിയം ഓഫ് എ സ്പിയർ. ദിസ് ഇസ് നോട്ട് എ സർക്കിൾ, ഒരു ബോർഡ് പോലെ അല്ലേ? സ്പിയർ, സ്പെറിക്കൽ ഷേപ്പ്. അപ്പോൾ വോളിയം ഓഫ് എ സ്പിയർ ഇസ് വാട്ട്? 4/3 പൈ ആർ ക്യൂബ്. ഇത് 10th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്. 4/3 പൈ ആർ ക്യൂബ്. So since this balloon is in spherical shape, its volume can be calculated by this formula. V is equal to 4/3 pi r cube. Then rate of change of volume is to be found out. വോളിയത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് റേറ്റ് ഓഫ് ചേഞ്ച്? d by dt of v.
ഇതിനാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം. റേറ്റ് ഓഫ് വോളിയം is what? d by dt of v. d by dt of v, rate of change of volume. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? dv by dt equal to dv by dt. What is t? Time. അല്ലേ? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റേറ്റ് എന്ന് പറയാം. d by dt of v is equal to, അപ്പോൾ ഇപ്പോൾ എടുക്കാം, d by dt of 4 by 3 pi r cube. So v is equal to 4 by 3 pi r cube. Taking d by dt on both sides. So d by dt of 4 by 3 pi r cube. Rate at which is its volume is increasing with the radius. With the radius, not with the time. Radius തന്നെ പറഞ്ഞാൽ മതി. d by dr പറഞ്ഞാൽ മതി. With the radius തന്നെ പറഞ്ഞാൽ. Yes, okay. By the rate at which its volume is increasing with the radius. With the radius. So with the radius means with respect to radius. അപ്പോൾ d by dr of v. d by dr of v is equal to d by dr of 4 by 3 pi r cube. So constant can be taken outside. അപ്പോൾ എന്ത് വരും? 4 by 3 pi outside എടുക്കുക. Then d by dr of r cube. That is equal to what? 4 by 3 pi into d by dr of r cube, d by dx of x raised to n, n x raised to n minus 1. So 3 r raised to 3 minus 1, 2 equal to 4 by 3 pi into 3 into r square. അങ്ങനെ ബലൂൺ നമ്മൾ വലുതാക്കി റേഡിയസിങ്ങിനെ വലുതായിക്കൊണ്ട് വരും. And the question says that when the radius is 10 centimeter, r is equal to 10 ആണ്. r is equal to 10 centimeter. അപ്പോൾ എന്താവും? 10, 3 into 10 square. That is 4 by 3 pi into 3 into 10 square means 10 into 10, 100. 3, these two 3s are cancelled. So answer is what? So 100 into 4, 400. 400, then remaining pi. 400 pi. Unit of volume is what? Centimeter cube, cubic unit, centimeter cube per dv by dr. R means what? Radius. Its unit is also expressed in centimeter per centimeter. So our answer is what? Rate of volume. Rate of volume with respect to radius is what? 400 pi. വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ് dv. ഇപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയത്തിൻ്റെത്. dr, r റേഡിയസ് ആണ്, അതും പറഞ്ഞിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. സോ ആൻസർ ഇസ് വാട്ട്? 400 pi സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആപ്ലിക്കേഷനിൽ എ ലാഡർ 5 meter long is leaning against a wall. A ladder 5 meter long is leaning against a wall. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? suppose it is a ground and it is a wall. അല്ലേ? വാൾ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ലാഡർ, ഏണി. ലാഡർ വെച്ച് ചാരി വെച്ചിട്ടുണ്ട്. എ ലാഡർ ഈസ് ലീനിങ് അഗേൻസ്റ്റ് എ വാൾ whose distance or whose length is 5 meter. ഈ ഏണീൻ്റെ നീളം എത്രയാ? 5 meter ഉണ്ട്. ഓക്കെ. സപ്പോസ് ഇറ്റ് ഈസ് എക്സ്, ഇത് y എന്ന് വെച്ചു. By using this expression, we have to frame Pythagoras theorem what? Base square plus altitude square equal to hypotenuse square. So x square plus y square is equal to 5 square. That is x square plus y square is equal to 25. 3. The bottom of the ladder is pulled along the ground. ഈ ഏണിയുടെ ബോട്ടം എന്ത് ചെയ്തു? അങ്ങോട്ട് പുള്ള് ചെയ്തു, വലിച്ചു. അല്ലേ? ഏണി അങ്ങോട്ട് വലിക്കുമ്പോൾ ഇത് ഈ ടോപ്പ് കുറച്ച് താഴൂലേ? അപ്പം ഇങ്ങനെ വരും, ഇങ്ങനെ. അപ്പോഴും 5 meter തന്നെ ആയിരിക്കും ലെങ്ത് ഓഫ് ദ ലാഡർ.
ഇത് കുറച്ച് അങ്ങോട്ട് വലിച്ചു. ഇപ്പം ഏണിൻ്റെ ബോട്ടം ഇവിടെ എത്തി, ടോപ്പ് താണു അല്ലേ, താഴേക്ക് വന്നു. യെസ്. ആൻഡ് away from the wall at the rate of 2 meter per second. ഇപ്പോൾ വലിക്കുന്ന സ്പീഡ് എത്രയാണ്? 2 meter per second. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത് നമ്മുടെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ദാറ്റ് ഇസ് വാട്ട് 2 meter per second അല്ലേ. ഇങ്ങോട്ടല്ലേ വലിച്ച്. അപ്പോൾ എക്സ്ട്രാ ചേഞ്ച് ഉണ്ടാവുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദിസ് എക്സ് ദാറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2. ടൈമിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പെർ സെക്കൻഡ് ഉണ്ട്, അവിടെ ബൈ ടി ടൈം എടുത്തു. ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 2 centimeter. ദെൻ അപ്പോൾ അങ്ങനെ വലിക്കുമ്പോൾ എന്ത് പറ്റും? ബോട്ടം ടോപ്പ് കുറച്ച് താഴേക്ക് വരും അല്ലേ. ഹൗ ഫാസ്റ്റ് ഈസ് ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസിങ് when the foot of the ladder is 4 meter away from the wall. അപ്പോൾ നമ്മൾ ഇതിനെ വലിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 meter എത്തുമ്പോൾ ഇങ്ങനെ വലിച്ച് 4 meter ഗ്യാപ്പ് ഇവിടുന്ന് ഇവിടത്തേക്ക് ആകുമ്പോൾ ഇത് താഴെ വരുന്നതിൻ്റെ റേറ്റ് എന്തായിരിക്കും? ഇപ്പോൾ ഇവിടുന്ന് താഴേക്ക് വരുമെന്ന് പറയുമ്പോൾ എന്താ റേറ്റ്, എന്താ എക്സ്പ്രഷൻ? വൈയില ചേഞ്ച് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? ഡി ബൈ ഡി ടി ഓഫ് വൈ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ബൈ ഡി ടി ഓഫ് വൈ. ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഈസ് ഗിവൺ ദാറ്റ് ഇസ് 2. സോ വി ഹാവ് ടു ഫൈൻഡ് ഡി ബൈ ഡി ടി ഓഫ് വൈ. അപ്പോൾ ഇത് താഴേക്കാണ് വരുന്നത്. സോ ഇറ്റ്സ് ആൻസർ വിൽ ബി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. താഴേക്ക് എന്ന് പറയുമ്പോൾ അല്ലേ, അത് കാണിക്കാൻ അവിടെ നെഗറ്റീവ് ആൻസർ ആയിരിക്കും ഉണ്ടാവും. സോ then taken d by dt on both sides, d by dt of x square plus y square is equal to d by dt of 25. Yes. Then expand that d by dt of x square plus d by dt of y square is equal to, this is zero constant. d by dt of x square നമ്മൾ പഠിച്ചിട്ടുണ്ട് 2x. d by dx of x square ആകുമ്പോൾ 2x. d by dt of x square is equal to 2x into d by dt of x. അപ്പോൾ ഇത് പ്ലസ് 2y into d by dt of y that is equal to 0. Yes. Then we have to find dy by dt. So 2y into dy by dt is equal to minus 2x into d by dt of x. Isn't it? So dy by dt is equal to minus 2x divided by 2y dx by dt equal to 2 cancelled minus x by y into dx by dt, that is 2. That is minus 2x by y. Minus 2x by y. That is what dy by dt. dy by dt. ഇനി അപ്പോൾ ഇത് വലിച്ച് എവിടെ എത്തണം? x is at a distance of 4 centimeter or bottom of a ladder is at a distance of 4 meter. So we have to substitute this x as what? 4 meter. ഈ x എവിടത്തേക്ക് എത്തി? ഇങ്ങോട്ടേക്ക് എത്തി, 4 മീറ്ററിലേക്ക് എത്തി. So substitute x equal to 4. It's minus 2 into 4 divided by y. Okay. 2 into 4 divided by y. So what is the value of y when x is equal to 4? What is the value of y when x is equal to 4? Again, here x square plus y square is equal to 5 square. X square plus y square equal to 5 square means 25. When x is equal to 4 square plus y square is equal to 25. So 4 square means 16 plus y square is equal to 25. Y square is equal to 25 minus 16, that is equal to 9. Y square is equal to 9. Therefore y is equal to root of 9, which is what? 3. So y is equal to 3. So when x is equal to 4, y is equal to 3. Minus 2 into, when x is equal to 4, y is equal to 3. So minus 8 by 3. Minus 8 by 3
dy by dt is minus 8 by 3 meter per second. So rate of y will be what? Minus 8 by 3 meter per second, which means what? When bottom of the ladder is pulled away from the wall at a distance of 4 meter, the top of the ladder will be at the rate will be moving at the rate of minus 8 by 3 meter per second. അല്ല ഇതിങ്ങോട്ട് താഴേക്ക് എത്ര വരെ പോവുക? മൈനസ് 8 by 3 meter per second താഴേക്ക് വരും. അപ്പോൾ താഴേക്കെന്ന് കാണിക്കാനാണ് ഇതിവിടെ നെഗറ്റീവ് സിമ്പൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം? ഇപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ, ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സാൻഡ് ഈസ് പോറിംഗ് ഫ്രം എ പൈപ്പ് at the rate of 12 centimeter cube per second. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പൈപ്പിൽ കൂടെ സാൻഡ് വരുന്നുണ്ട്, പൂഴി അല്ലേ? ഒരു പൈപ്പിൽ കൂടെ ഇങ്ങനെ സാൻഡ് ഇങ്ങനെ വരുവാണ്. സാൻഡ് ഈസ് പോറിംഗ് ഫ്രം എ പൈപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് 12 centimeter cube per second. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണ്? 12 centimeter cube per second. ഒരു സെക്കൻഡിൽ 12 centimeter cube വെച്ചിട്ടാണ് അതിൻ്റെ ഫ്ലോ. ഈ സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ് ഓർ കിലോമീറ്റർ ക്യൂബ്, ദേ ഓൾ ആർ റെപ്രസെൻറ്റിങ് വോളിയം. ക്യൂബിൽ കാണുമ്പോൾ വോളിയാണ്, സ്ക്വയറിൽ കാണുമ്പോൾ ഏരിയ. അപ്പോൾ ഇവിടെ വോളിയത്തിൻ്റെ കേസാണ് പറയുന്നത്, വോളിയം വി അല്ലേ? അങ്ങനെ വരുന്ന ഒരു പൈപ്പിൽ കൂടെ വരുന്ന ഇങ്ങനെ പൈപ്പിൽ കൂടെ എന്ത് വരുന്നുണ്ട്? സാൻഡ് വരുന്നുണ്ട്. അപ്പോൾ അത് നിലത്ത് വീണ് കഴിഞ്ഞാൽ എന്താവും? That will be of the shape of a cone. ഒരു കോണിൻ്റെ ഷേപ്പാവും. എന്താ കോൺ? ഐസ്ക്രീം പോലെ ഇങ്ങനെ, ഇതാണ് കോൺ അല്ലേ? അപ്പോൾ അതിങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്ന് വീണാൽ ഈ ഷേപ്പിലുണ്ടാവും, നിലത്ത് ഇങ്ങനെ കൂടി നിൽക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കാം, ഒരു കോണായിട്ട് വരച്ച് നോക്കാം. ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ വരച്ച ട്രയാങ്കിൾ, ഇറ്റ് ഇസ് നോട്ട് എ ട്രയാങ്കിൾ ബട്ട് ഇറ്റ് ഇസ് എ കോൺ whose radius, suppose it is radius r, this is its height. It is not a triangle but it is a cone. അങ്ങനെ കോണിൻ്റെ ഷേപ്പിൽ ഉണ്ടാവും. Then again, so volume is 12 centimeter cube per second. So we have to find the volume of a cone V. What is formula? 1/3 pi r square h. 10th പഠിച്ചിട്ടുണ്ട്. Volume of a cone is 1/3 pi r square h. Yes. Then the falling sand forms a cone on the ground in such a way that the height of the cone is always 1/6 of the radius of the base. Height of the cone h is what? 1/6 of the radius of the base. ഇത്ര ഉണ്ടാവും. ഈ എച്ച് എന്ന് പറഞ്ഞാൽ ആരാ? ഈ ആറിൻ്റെ റേഡിയസിൻ്റെ ആറിലൊന്ന് മാത്രമേ ഉണ്ടാവും. 1/6 of the radius. അതാണ് ഇതിൻ്റെ മീനിങ്. The falling sand forms a cone on the ground in such a way that the height of the cone is always 1/6 of the radius r of the base. ഈ ബേസ് റേഡിയസിൻ്റെ 1/6 ആയിരിക്കും എന്ത്? ഹൈറ്റ് h. Yes, so h is equal to 1/6 or r/6. 1 into r/6 ആയിരിക്കും. How fast is the height of the sand cone increasing? അപ്പോൾ നമ്മളിങ്ങനെ സാൻഡ് ഇങ്ങനെ പൂഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുന്ന് വലുതായിട്ട് വരും അല്ലേ? പൂഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുന്ന് വലുതായിട്ട് വരും. സോ എച്ച് ഇൻക്രീസ് ആയിട്ട് വരും. അതുപോലെ ആറും ഇൻക്രീസ് ആയിട്ട് വരും. എച്ച് ഇൻക്രീസ് ആയിട്ട് പോകും, ആർ ഇൻക്രീസ് ആയിട്ട് പോകും. സോ വി ഹാവ് ടു ഫൈൻഡ് the rate of change of height dh/dt. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. dh/dt ഹൈറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ്. സോ ആൻസർ വിൽ ബി പോസിറ്റീവ് വൺ ബിക്കോസ് വൺ ഇത് പൊന്തി വലുതായിട്ട് വരിക. സോ dh/dt is to be found out. Okay. Then taken d/dt on both sides. d/dt of p is equal to 1/3 pi can be taken outside. d/dt of r cube
into h. H is what? R by 6. Yes. So 1 by 3 into 6, 18. 1 by 18 pi d by dt of r cube into h. Oh, sorry, r square into h. R square into h. That's r cube. 1 by 18 pi d by dt of r cube. Then, what is dv by dt? That is volume at the rate of 12 centimeter cube volume. 12. So, dv by dt is 12. That is equal to 1 into pi, pi by 18 d by dt of r cube 3r square into d by dt of r. സാറിന് പറഞ്ഞ പോലെ 3r square into d by dt of r. That is 12. ഇനി ഇത് മാത്രം നമുക്ക് എടുക്കാം. d by dt of r is equal to what? d by dt of r is equal to 18 മുകളിലേക്ക് വരും. 12 into 18 divided by pi 3r. ഇതെല്ലാം ഇത് താഴേക്ക് വരും. ഈ 18 മുകളിലേക്ക്. So dr by dt is equal to 12 into 18 divided by pi 3r square. That is dr by dt. We have to find what? dh by dt. d by dt of h is equal to d by dt of what is h? h is equal to r by 6. R by 6. So 1 by 6 outside എടുക്കാം. 1 by 6 into d by dt of r equal to 1 by 6 into what is dr by dt? dr by dt is this one. 12 into 18 divided by pi into 3 into or 3r square. 3r square. Cancel ചെയ്യാം. 1 ആവും. 2 ആവും. ഇത് പോയി. 1 ആയി. 6. So what is that numerator? 2 into 6. Denominator pi into r square. That is what? 12 equal to 12 divided by pi r square. How fast is the height of the sand cone increasing when the height is 4 centimeter? Height 4 centimeter. H is equal to what? 4 centimeter. So what happens when h is equal to 4 centimeter? 4. H is equal to 4 means what? What is h? R by 6. H equal to R by 6. R by 6 is equal to 4. H means what? R by 6. So R is equal to what? 4 into 6 is equal to 24. So 12 by pi into r square. That is 24 square. 24 into 24. അല്ലേ? ഇപ്പോൾ കട്ട് ചെയ്യാം. 24ൽ 12 2 times. So 1 divided by pi into 48. So what is answer? Is equal to 1 by 48 pi centimeter per second, because height d by dt of h is expressed in centimeter, centimeter per second, 4 centimeter. So 1 by 48 pi centimeter per second. So this is the rate of change of height. Then നമുക്ക് അടുത്ത ഒരു ആപ്ലിക്കേഷൻ നോക്കാം. ഡിഫറൻസിയേഷൻ്റെ വൺ മോർ ആപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മളെന്താ പഠിച്ച റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി അല്ലെ, ഹൈറ്റിലുള്ള ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച്, അതുപോലെ വോളിയത്തിലുള്ളത്, അതുപോലെ ഏരിയ, പലതും കാണാം. ഇപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഒരു ഗ്രാഫ് ഓഫ് 4 ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. സി ഫസ്റ്റ് ഫങ്ഷൻ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ. ഇതും അതുപോലെ വേറൊന്ന് ഇങ്ങനെയാണ്. ഇത് നേരെ ഒരു ഓപ്പോസിറ്റ് പോലെ. ദീസ് ആർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. 4 ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനെ അനലൈസ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. So take a point
on x-axis, suppose it is x1. x1 എടുത്താൽ അതിൻ്റെ ഇമേജിനെ നമ്മൾ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയും. x1 ഇവിടെ വന്ന് ഇങ്ങോട്ട്, ദിസ് ഈസ് എഫ് ഓഫ് x1. ഓക്കെ, x1 and f of x1. So x1, f of x1. Then take x2, x2. Then what is f of x2? ഇവിടെ ഉണ്ടാവും f of x2. ഓക്കെ, അപ്പോൾ x1-നെക്കാളും കുറച്ചും കൂടെ വലുതാണ് x2. കാരണം ഇങ്ങോട്ട് പോകുന്നതിന് 1 2 3 4 അങ്ങനെ പോകില്ലേ. സോ x1-നെക്കാളും വലുതാണ് x2. ഓർ x1 is less, ചെറുതാണ് അല്ലേ. x1 is less than x2. x2-നെക്കാളും ചെറുതാണ് x1. അപ്പോൾ x1 less than x2. x1 less than x2. അതുപോലെ മുകളിലൊക്കെ പോകുന്നതിന് വലുതാവും അല്ലേ. എഫ് ഓഫ് x1 ആണോ എഫ് ഓഫ് x2 ആണോ വലുത്? എഫ് ഓഫ് x2. ദിസ് മീൻസ് വാട്ട്? എഫ് ഓഫ് x1 is less than എഫ് ഓഫ് x2. അങ്ങനെ പോകും അല്ലേ. ഇനി ഇവിടെ എടുത്താലോ, സപ്പോസ് ഇറ്റ് ഈസ് x3. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ടാവും അല്ലേ. എഫ് ഓഫ് x3. ഇനി ഇപ്പുറം വേറെ എടുത്താലോ, x4. അപ്പോൾ അതന്നെ വരും. എഫ് ഓഫ് x4 എഫ് ഓഫ് x4 ആരഞ്ഞ രണ്ടും ഈക്വലായി. ഇനി x5 എടുത്താൽ കുറച്ച് മുകളിൽ വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഈ ഫിഗറിന്? ഫോർ x1 ലെസ് ദാൻ x2, for x1 less than x2, for x1 less than x2, f of x1 less than f of x2. അപ്പോൾ x2 ആണ് വലുത് x1-നെക്കാൾ. അപ്പോൾ എഫ് ഓഫ് x2 ആണ് എഫ് ഓഫ് x1-നെക്കാൾ വലുത്. അത് ഈ രണ്ടെണ്ണത്തിന് മനസ്സിലാവും. പക്ഷെ കുറച്ച് ഇപ്പുറത്തെത്തുമ്പോൾ രണ്ടെണ്ണം ഈക്വലായി. അപ്പോൾ ചില സമയത്ത് ഈക്വൽ ആവാം, ശരിയല്ലേ. അപ്പം ഫോർ x1 ലെസ് ദാൻ x2, എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് ഇവിടെ പറയേണ്ടി വരും. കാരണം എല്ലായിടത്തും ഇത് ഇങ്ങനെ വലുതാവുന്നതിന് ഇതും കറസ്പോണ്ടിങ് ആയിട്ട് വലുതായി പോകണമെന്നില്ല. ഇങ്ങനെ ലെവലിൽ വരുന്ന സമയത്ത് എഫ് ഓഫ് x3യും എഫ് ഓഫ് x4ഉം ഈക്വലായി അല്ലേ. എഫ് ഓഫ് x3 ഈക്വൽ ടു എഫ് ഓഫ് x4 ആവും. എഫ് ഓഫ് x3യും എഫ് ഓഫ് x4ഉം ഈക്വൽ ആവും. അപ്പോൾ അങ്ങനത്തെ കേസുള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഓർ ഈക്വൽ ടു കിട്ടും. അപ്പോൾ ഇതുപോലെ ഉള്ള ഫംഗ്ഷനെ നമ്മൾ പറയും ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. വാട്ട് ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ? ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എന്താ? ഇതാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ കണ്ടീഷൻ. ഫോർ എവറി x1 ലെസ് ദാൻ x2, എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയണം നോക്കാം. ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എന്താ? ഫോർ എവറി x1 ലെസ് ദാൻ x2, എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പോൾ ഫിഗർ മനസ്സിലായല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരേപോലെ വരുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പോകുന്ന ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ സ്ട്രിക്റ്റായിട്ട് മുകളിലേക്ക് പോകുന്നില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒരു ലെവൽ നമുക്ക് കാണാൻ പറ്റും. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ല, increasing function but not strictly increasing function. Then what about this one? ഇതിൽ നമ്മൾ ഏതൊരു x1, ഇപ്പോൾ സപ്പോസ് ഇറ്റ് ഇസ് x1, അപ്പോൾ അതിൻ്റെ എഫ് ഓഫ് x1 ഇവിടെ, എഫ് ഓഫ് x1, സപ്പോസ് x2 ഇവിടെ, അപ്പം എഫ് ഓഫ് x2 ഇപ്പുറം x3,
f of x3. This means what? For x1 less than x2, f of x1 less than f of x2. f of x1 less than f of x2 അല്ലേ? ഇതിൽ ഓർ ഈക്വൽ ടു ആവശ്യമില്ല, എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും, അടുത്ത അത് വേറെ ആയിരിക്കും. സോ ദിസ് ഈസ് വാട്ട് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫങ്ഷൻ. strictly increasing function. അപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷനും ഉണ്ട്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷനും ഉണ്ട്. ആ പേര് തന്നെ അറിയാം, ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അത് സാധാരണ ഇൻക്രീസ് ആയി പോകുന്നു, അത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാവില്ല. പക്ഷേ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എവരിവെയർ അല്ലേ, എല്ലാ സ്ഥലത്തും ഇൻക്രീസ് ആയിട്ട് പോകും. ഇത് ഇടയ്ക്ക് വെച്ചൊരു ലെവലിംഗ് ഒന്നുമില്ല, ഇങ്ങനെ തന്നെ കൂടിക്കൊണ്ട് പോകും. സോ വെനവർ x1, whenever there exists x1 less than x2, there should be f of x1 less than f of x2, but f of x1 not equal to f of x2. അപ്പോൾ ഇതെന്ത് സാധനം? ഇത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഇതിലെന്ത് വരും? അപ്പോൾ ഫിഗർ 1 അല്ലേ, ഫിഗർ 1 ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഫിഗർ 2 is strictly increasing function. Then what about figure 3? x1 f of x1. ഇതിനെ കുറച്ചും കൂടെ വലിയതെടുത്തു, x2 f of x2. ഇപ്പോൾ x1 വലുതാവുന്ന x1 x2 x3 അങ്ങനെ വലുതാവുന്നതിന് f of x1 f of x2 അത് ചെറുതായിക്കൊണ്ട് വരുമോ, ഡിക്രീസിങ്. സപ്പോസ് x3 അപ്പോൾ ഇവിടെ തന്നെ വരും, ഇത് ലെവലായിട്ട് ഇവിടെ തന്നെ വരും, ഇപ്പോൾ ഈക്വൽ ആവും. അങ്ങനെ എങ്ങനെ പറയാം? ഡിക്രീസിങ് ഫംഗ്ഷൻ. ഡിക്രീസിങ് ഫംഗ്ഷൻ എന്താ? ഫോർ x1 ലെസ് ദാൻ x2, f of x1 greater than or equal to f of x2. മനസ്സിലായോ? ഫോർ x1 ലെസ് ദാൻ x2 വെച്ചാൽ ഇത് വലുത്, x2 വലുത് അല്ല, x1 ലെസ് ദാൻ x2, x2നെക്കാളും ചെറുത്. അപ്പോൾ x2 വലുത്, x1 x2 x3 അപ്പോൾ ചെറുതായിക്കൊണ്ട് f of x1 ആണ് വലുത്, f of x2 അതിൽ ചെറുത് അല്ലേ, f of x1 വലുതാണ്, f of x1 greater than or equal to f of x2. അപ്പോൾ ഈ ലെവലുള്ളതുകൊണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരണം. സോ ഞാനെന്താ പറയുക? ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. ഡിക്രീസിങ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് ഫിഗർ 3. ഓർത്ത് വെക്കണം. അതേപോലെ ഇതെന്താവും? സ്ട്രിക്ട്ലി ഡിക്രീസിങ് അല്ലേ, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ. എന്തായാലും കണ്ടീഷൻ? ഫോർ x1 ലെസ് ദാൻ x2, f of x1 greater than f of x2. ഈ ഒരു സാധനം ഉണ്ടാവില്ല. എക്സാമ്പിൾ ഫിഗർ 4. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താ കണ്ടത്? 4 different types of functions അല്ലേ. അത് ചുരുക്കി പറഞ്ഞാൽ ഇൻക്രീസിങ് ഫംഗ്ഷനും ഡിക്രീസിങ് ഫംഗ്ഷനും. ഇൻക്രീസിങ് ഫംഗ്ഷൻ മീൻസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ രണ്ട് ടൈപ്പിൽ പറയാം. ഒന്ന് സിംപ്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ മറ്റേത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. അതുപോലെ സിംപ്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആൻഡ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഗ്രാഫ് കാണണം. ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം ഇൻക്രീസിങ് ഫംഗ്ഷൻ ഗ്രാഫ് ഇത്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഡിക്രീസിങ് ഫംഗ്ഷൻ, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ആൾജിബ്രൈക്ക് നൊട്ടേഷൻ മനസ്സിലാക്കി വെക്കണം. അത് വലിയ പണിയൊന്നുമില്ല, ആ ലോജിക്ക് മനസ്സിലായാൽ മതി. ജോമെട്രി മനസ്സിലായി ഇത് ഓട്ടോമാറ്റിക്കായി മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f of x equal to 7x minus 3 is strictly increasing on the
സെറ്റ് ക്യാപിറ്റൽ ആർ റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പർ സെറ്റിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 7x-3 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താവണം, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിതിൽ എഫ് ഓഫ് എക്സ് മീൻസ് വൈ ഈക്വൽ ടു 7x-3. അപ്പോൾ if you are taking different values for x, you will get different values for y. Then by using these values of x and y, you can plot a graph. അങ്ങനെ ഗ്രാഫ് വരച്ചാൽ you have to check whether the function is increasing or decreasing, strictly increasing or strictly decreasing നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ജോമെട്രിയിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച ആ ആൾജിബ്രായിക് നൊട്ടേഷനിൽ we have to check whether this function is increasing or decreasing or strictly increasing or strictly decreasing. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല? Here f of x is given as what? f of x is equal to 7x-3. അപ്പോൾ എന്താ f of x1? f of x1 means 7x1 minus 3. f of x is 7x-3, f of x1 7x1 minus 3, f of x2 7x2 minus 3. We have to check എന്താ ചെയ്യണം? സ്ട്രിക്ട്ലി ഇൻക്രീസിൻ്റെ കണ്ടീഷൻ എന്താ? ഫോർ x1 ലെസ് ദാൻ x2 എന്താവണം? എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആകണം. ഇതാണ് എൻ്റെ ഫോർമുല അല്ലേ? നേരത്തെ കണ്ടുപിടിച്ചു. x1 ലെസ് ദാൻ x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആകണം. സ്ട്രിക്ട്ലി ആയതുകൊണ്ട്. സ്ട്രിക്ട്ലി ഇല്ലെങ്കിലോ ഇവിടെ ഓർ ഈക്വൽ ടു വേണം. കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നോക്കാം പ്രൂഫ് നോക്കാം. തെളിയിച്ച് നോക്കാം. പ്രൂവ് ചെയ്യാൻ പോകുന്നു. x1 ലെസ് ദാൻ x2 നമ്മളെടുത്തു. നമുക്ക് എന്ത് കിട്ടണം? എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 എന്ന് കിട്ടണം. ദിസ് ഇംപ്ലൈസ് x1 വലുതാണ് x2. ഞാൻ രണ്ട് ഭാഗത്ത് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താവും? 7x1 ലെസ് ദാൻ 7x2. കുഴപ്പമില്ല. ഇപ്പോൾ സപ്പോസ് 3 ലെസ് ദാൻ 4 ആണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ 7 ഇൻറ്റു ആക്കുന്നു. 7 × 3 21 ലെസ് ദാൻ 28. ക്ലിയർ അല്ലേ? 28 ചേർത്തല്ല 21. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അത് പ്രശ്നമൊന്നുമില്ല. സോ ഇഫ് x1 ലെസ് ദാൻ x2 implies what? 7x1 ലെസ് ദാൻ 7x2. ഇനി 7x1 എന്ന് ഞാൻ അവിടെ 3 മൈനസ് ആക്കുന്നു. ലെസ് ദാൻ 7x2 എന്നും 3 മൈനസ് ആക്കിയ പ്രശ്നമില്ല അല്ലേ? 7x1 7x2 ചെറുതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7x1 എന്ന് 3 മൈനസ് ആക്കി. അപ്പോൾ 7x2 എന്ന് 3 മൈനസ് ആക്കിയാൽ ലെസ്സൺ ആയിരിക്കില്ലേ? ഫോർ എക്സാമ്പിൾ 5 ലെസ് ദാൻ 10. 5 എന്ന് 3 മൈനസ് ആക്കുന്നു. 10 എന്നും 3 മൈനസ് ആക്കിയാൽ മതി. അപ്പോൾ ഈ സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 5 minus 3 is 2 ലെസ് ദാൻ 10 minus 3 is what? 7. 7 വലുത്, 2 ചെറുതും. അത് അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ 7x1 minus 3 ലെസ് ദാൻ 7x2 minus 3 implies what? 7x1 minus 3 f of x1 ലെസ് ദാൻ ഇത് f of x2. ഇതിലൊക്കെ എത്തിയില്ലേ? x1 ലെസ് ദാൻ x2 implies f of x1 less than f of x2. Hence the proof. അങ്ങനെ നമ്മൾ തെളിയിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണോ നോക്കും. ഇതേ മെത്തേഡിൽ ജോമെട്രീൻ്റെ സഹായം ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ നെക്സ്റ്റ് കോൺസെപ്റ്റ്. f of x is strictly increasing on the closed interval ab. f of x ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് വെച്ചു. ദെൻ എഫ് ഡാഷ് എക്സ്. വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എക്സ് ബിലോങ്സ് ടു എ ബി. ഇത്രയേ ഉള്ളൂ ഇതിനർത്ഥം. ഒരു ഫങ്ഷൻ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഇപ്പോൾ 2,4 ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 വലുതായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും.
അപ്പോൾ അങ്ങനെ ഡെറിവേറ്റീവ്സ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ആ ക്ലോസ്ഡ് ഇൻ്റർവെൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, a function f of x is strictly increasing over a closed interval, then its derivative will be positive. Strictly increasing ആണെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ആ ഒരു ഐഡിയ വെച്ചാൽ മതി. അപ്പോൾ നോക്കാം, അതുപോലെ ഒരു പ്രോബ്ലം നോക്കുമ്പോൾ മനസ്സിലാവും. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² plus 4x. Here a closed interval means what? X belongs to a real number. റിയൽ നമ്പർ സെറ്റാണ് ഇവിടെ ഇൻ്റർവൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നമ്പർ ലൈൻ ഫുൾ ഉണ്ട്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ നോക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ സപ്പോസ് ഇറ്റ് ഇസ് y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² plus 4x. അപ്പോൾ when you are taking different values for x and y, you will get a table. അങ്ങനെ നമുക്ക് ടേബിൾ ഉണ്ടാക്കാം. ഒരു ടേബിൾ വരച്ചിട്ട് എക്സ് വൈ, എക്സിന് കുറേ വാല്യൂ കൊടുക്കാം, 0 1 2 3 4. കറസ്പോണ്ടിങ് എക്സിന് നമുക്ക് കറസ്പോണ്ടിങ് വൈ വാല്യൂസ് കിട്ടും. യൂസിങ് ദീസ് എക്സ് ആൻഡ് വൈ വാല്യൂസ് യു ക്യാൻ പ്ലോട്ട് എ ഗ്രാഫ്. ഗ്രാഫ് വരച്ചപ്പിന് ഇതൊന്നും ആവശ്യമില്ല, ഗ്രാഫ് നോക്കി നമുക്ക് പറയാൻ പറ്റും അല്ലേ. വെദർ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ഡിക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എന്താ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് മീൻസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ദിസ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓവർ ദിസ് ഇൻ്റർവൽ, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ എ ബി അല്ലെ. ഇപ്പോൾ ഈ എയും ബി എടുക്കും. ഇതിൽ എയും ബി എന്താ ക്ലോസ്ഡ് ഇൻ്റർവൽ 3 5 മീൻസ് പാർട്ട് 3 ഉണ്ട്, പിന്നെ അതിൻ്റെ എല്ലാം ഉണ്ട്, 5 ഉണ്ട്. 3 ഉണ്ട്, 3.1 3.2 3 എല്ലാം വരും, 5 ഉണ്ടാവും. ഇനി ഇങ്ങനെയാണെങ്കിലോ 3 5 എന്ന് പറഞ്ഞാൽ എന്താ, ഈ 3 ഉണ്ടാവില്ല 5 ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിൽ ബാക്കി തേച്ചുണ്ടാവും 3.0001 അതെല്ലാം വരും. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം അതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് വാട്ട്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² plus 4x. Then what is f dash x? F dash x means 3 ഉള്ളൂ, d by dx. ഈ d by dx ൻ്റെ ഷോർട്ട് ഫോമാണ് f dash x. d by dx of x cube minus 3x² plus 4x. Then equal to d by dx of x cube 3x² minus d by dx of 3x², 3 outside എടുത്തു, x² ഉള്ളത് 2x plus d by dx of 4x 4. അത് സ്പ്ലിറ്റ് ആക്കി, d by dx of x cube minus d by dx of 3x² plus d by dx of 4x. എന്നിട്ടോ d by dx of x cube means 3x², പിന്നെ d by dx of 3x², 3 outside എടുത്തു, x² ഉള്ളത് 2x മൈനസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. d by dx of 4x 4 outside എടുത്തു, പിന്നെ d by dx of x 1 ആവും, 4. അത് കിട്ടി ഈക്വൽ ടു 3x² minus 6x plus 4 or 3x² minus 6x plus 4. 4 means 3 plus 1. വെറുതെ സ്റ്റൈൽ എഴുതി, 4 means 3 plus 1. അപ്പം എന്തിനാ എഴുതുന്നത് മനസ്സിലാവും. ഇപ്പം ഇത്രയും നോക്കാം. അതിനകത്ത് നമുക്ക് 3 ഔട്ട്സൈഡ് എടുക്കാം. 3 ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി x² മൈനസ് 2x പ്ലസ് 1 വരും. മനസ്സിലായോ? അതിനാണ് ഇങ്ങനെ 4നെ പൊട്ടിച്ചിട്ട് 3 plus 1 ആക്കിയത്. 3 into x² 3x², 3 into minus 2x minus 6x, 3 into 1 3 plus 1 4. അപ്പോൾ ഇതിന് സ്പ്ലിറ്റ് ആക്കി എല്ലാത്തിനകത്തും 3 ഔട്ട്സൈഡ് എടുത്തു. ഇവിടെ 3 പോയാൽ x² ഓൺലി, ഇവിടെ 3 പോയാൽ മൈനസ് 2x, ഇവിടെ 3 പോയാൽ 1, അങ്ങനെ കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു 3 into what is x² minus 2x plus 1? x minus 1 whole square. എന്താ a minus b whole square? a minus b whole square is equal to a² minus 2ab plus b² അല്ലേ. അപ്പോൾ x minus 1 whole square ആണെങ്കിലോ x minus 1 whole square is equal to x² minus 2 into x into 1 plus 1 square. എക്കും ബിക്കും മാറ്റി x 1 കൊടുത്തു. അപ്പോൾ x² മൈനസ് 2 ഇൻറ്റു എക്സ് 2xi പ്ലസ് 1, x² മൈനസ് 2x പ്ലസ് 1. അപ്പോൾ അതാണ് ഒരു x minus 1 whole square.
യെസ് 3 into x minus 1 whole square plus 1. അപ്പോൾ എന്താ കിട്ടും? ഇപ്പോൾ f dash x is equal to 3 into x minus 1 whole square plus 1. ശരി, ഇത് ഗ്രേറ്റർ ദാൻ 0 ആവുമോ നോക്കിയാൽ മതി. ഈ f dash x 0-നേക്കാൾ വലുതാവുമോ നോക്കിയാൽ മതി. വാട്ട് ഹാപ്പൻസ് when x equal to 0? എക്സിന് 0 കൊടുത്താൽ എന്ത് വരും? 0 minus 1 അല്ലേ? 0 minus 1 minus 1. minus 1 സ്ക്വയർ 1. 3 into 1 3 plus 1 4. ഇപ്പോൾ എക്സിന് 0 കൊടുത്താൽ പോസിറ്റീവ് കിട്ടി. ഇനി എക്സിന് 1 കൊടുത്താലോ? 1 minus 1 0. 0 സ്ക്വയർ 0 തന്നെ. 3 into 0 0 plus 1 1 പോസിറ്റീവ്. അതായത് ചുരുക്കി പറഞ്ഞാൽ സ്ക്വയർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. സ്ക്വയർ എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? ഇതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും അല്ലേ? പോസിറ്റീവ് ചിലപ്പോൾ 0 ആവാം, പക്ഷെ അതിനോട് 1 കൂട്ടിയാൽ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. 0 ഒരിക്കലും വരില്ല. അപ്പോൾ എഫ് ഡാഷ് എക്സ് നമുക്ക് എന്ത് എഴുതാം? എഫ് ഡാഷ് എക്സ് ഈസ് പോസിറ്റീവ് തന്നെ ആയിരിക്കും. വിച്ച് മീൻസ് വാട്ട്? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എഫ് ഡാഷ് എക്സ് greater than 0. Therefore what? f of x is strictly increasing. ഇതുപോലെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പിലുള്ള പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. എന്താ പറയണ്ടേ? if f of x is strictly increasing over a closed interval ab, then its first derivative will be positive over the corresponding open interval. ഇതാണ് അറിയേണ്ടത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തത് മാത്രം. അപ്പോൾ അങ്ങനെ നമുക്ക് പോയാൽ ആ കാര്യങ്ങൾ കിട്ടും. മനസ്സിലായില്ലേ? അനദർ എക്സാമ്പിൾ ഫോർ increasing or decreasing or strictly increasing or strictly decreasing function. Find the intervals in which the function f of x equal to x square minus 4x plus 6. So a function is given x square minus 4x plus 6. So you have to find the corresponding intervals in which this function is increasing or decreasing. അപ്പം ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറയുകയും ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസിങ് ആവണമെന്നില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6. അപ്പോൾ നമ്മൾ എന്തായാലും കണ്ടീഷൻ എന്താ? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കും അല്ലേ? എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6. ഇപ്പോൾ ചെയ്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 4x 4. എക്സിൻ്റെ 1 ആവും, 6ൻ്റെ 0. സോ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇത് കിട്ടി, 2x മൈനസ് 4 കിട്ടി. ഈ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ എന്തായാലും 0 എന്ന് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് കണ്ടു നോക്കാം. പുട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 തൽക്കാലം പറയാം. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ എന്ത് വരും? ആരെ എഫ് ഡാഷ് എക്സ് 2x മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 or 2x is equal to minus 4 അപ്പുറത്ത് പോകും പ്ലസ് 4. x is equal to 4 by 2 that is what 2. എക്സിൻ്റെ വാല്യൂ 2 കിട്ടി. സോ നമുക്ക് നമ്പർ ലൈൻ വരക്കാം. നമ്പർ ലൈൻ എങ്ങനെ പോകും? മിഡിലിൽ 0 ഉണ്ടാവും അല്ലേ? 0 ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വരക്കേണ്ട ആവശ്യമില്ല, 0 അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. എക്സ് ഈക്വൽ 2. അപ്പോൾ 0 ഇവിടെ ആണെങ്കിൽ ഇപ്പുറം 1 ഇപ്പുറം 2, ഇവിടെ 2 ഉണ്ടാവും. ഓക്കെ. സോ this number 2 divides the real number line into 2 parts. ഈ നമ്പർ ലൈനിനെ ഈ 2 രണ്ട് കഷ്ണമായിട്ട് ബ്രേക്ക് ആക്കി പൊട്ടിച്ചു. ഏതൊക്കെ കഷ്ണം? ഒരു കഷ്ണം ഇത്, മറ്റേ കഷ്ണം ഇത്. ഒരു കഷ്ണം അങ്ങോട്ട് പോകും, എറർ മാർക്ക് ഉണ്ട്, അങ്ങോട്ട് പോകും. അപ്പം അങ്ങേയറ്റത്ത് ആരുണ്ടാവുക? നെഗറ്റീവ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഇതാണ് സിമ്പിൾ അല്ലേ? ഇൻഫിനിറ്റി കോമ ഈ 2 ഇത്രയും 2 അതിൻ്റെ ബൗണ്ടറിയാണ്. 2 നമ്മൾ എടുക്കൂല, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി 2
മറ്റേ പീസോ ഇത് അങ്ങോട്ട് പോകും. 2 മുതൽ അങ്ങനെ ഉണ്ടാവും പ്ലസ് ഇൻഫിനിറ്റി ഉണ്ടാവും. അപ്പം 2 മുതൽ പ്ലസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ഇൻ്റർവെൽസ് കിട്ടി. -ഇൻഫിനിറ്റി ടു ആൻഡ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഏത് ഇൻ്റർവെലാണെന്ന് നമുക്ക് അറിയില്ല. ടേക്കിംഗ് ആദ്യം ഈ ഇൻ്റർവെൽ എടുക്കുക, -ഇൻഫിനിറ്റി 2 കൊടുക്കുക. -ഇൻഫിനിറ്റി 2 കൊടുത്തു. അപ്പോൾ ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു നമ്പർ ഇപ്പോൾ ഇവിടെ ആരൊക്കെ വരാം, ഇപ്പുറത്ത് 1 ഉണ്ടാവും അല്ലേ, 0 ഉണ്ടാവും, -1 -2 കുറേ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. നമുക്ക് 0 എടുക്കാം. ലെറ്റ് 0 ബിലോങ്സ് ടു -ഇൻഫിനിറ്റി ടു ഏത് കൊടുക്കാം. ഇപ്പോൾ 0 ആകുമ്പോൾ സൗകര്യം 0 ഇതിലുണ്ടാവുമല്ലോ. 0 ബിലോങ്സ് ടു -2 ഇൻഫിനിറ്റി. ഇനി നമ്മൾ f'0 കൊടുത്ത് നോക്കാം. വാട്ട് ഇസ് f'0? f' x equal to 2x minus 4. Then f'0 is equal to 2 into 0 minus 4. 2 into 0, 0 minus 4. That is -4 negative. അപ്പോൾ f'0 നെഗറ്റീവ് ആണെങ്കിൽ strictly decreasing. Therefore, f of x is strictly decreasing. ഏതിലെ -ഇൻഫിനിറ്റി ടു ഇതിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയിരിക്കും, നെഗറ്റീവ് ആയതുകൊണ്ട്. ഇനി അപ്പുറത്തെ ഇൻ്റർവൽ എടുക്കാം. ടേക്കിംഗ് 2 ഇൻഫിനിറ്റി. അപ്പം 2 ഇൻഫിനിറ്റി ഇതിൽ വരുന്ന ഏതെങ്കിലും നമ്പർ എടുക്കാം. 3 എടുക്കാം. ലെറ്റ് 3 ബിലോങ്സ് ടു 2 ഇൻഫിനിറ്റി. 3 എടുത്തു. എന്നിട്ട് f'3 കണ്ടു നോക്കാം. f'(x) is this one. So f'3, 2 into 3 minus 4, 6 minus 4, what is that? 2. Positive. Positive ആയതുകൊണ്ട് f of x is strictly increasing. ഏതിലെ? to infinity. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഇൻ്റർവൽ കണ്ടുപിടിച്ചു. Find the intervals in which the function f of x equal this one is strictly increasing or strictly decreasing. അപ്പോൾ strictly increasing ആവുന്ന ഇൻ്റർവൽ ഏതാ? 2 ഇൻഫിനിറ്റി. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവൽ -ഇൻഫിനിറ്റി 2. ഇതുപോലെ നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവൽസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലാസ് കൂടെ നോക്കാം. ഒരു ക്വസ്റ്റൻ കൂടെ നോക്കാം. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f of x equal to 4x cube minus 6x square minus 72x plus 30. കുറച്ച് വലിയ ഇക്വേഷനാണ് ഫംഗ്ഷൻ. ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോവാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? f of x equal to 4x cube minus 6x square minus 72x plus 30. ആദ്യം f'(x) സ്പീഡിൽ കാണാം. എന്താവും? 12x square സ്പീഡിൽ ചെയ്യാം. d/d. സോ 4x cube 4 ഔട്ട് സൈഡ് എടുത്തു. ഇപ്പോൾ 3x square ആവും. 3 into 4 12. 12x square minus 12x minus 72. ഒരു സ്പീഡിൽ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ f'(x) ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ 12x square minus 12x minus 72 ഈക്വൽ ടു 0 എന്ന് വരും. 12 ഔട്ട്സൈഡ് എടുത്താൽ x square minus x minus 6 ആയിരിക്കും അല്ലേ, ഈക്വൽ ടു 0. ഓർ 12 ഇൻറ്റു, പിന്നെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ആയിക്കൂടെ? പണ്ട് നമ്മൾ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് നമ്പർ തിങ്ക് ചെയ്യണം. ആ നമ്പർ തിങ്ക് ചെയ്ത് അത് ആഡ് ചെയ്താൽ -1 വരണം, മൾട്ടിപ്പിൾ ചെയ്താൽ -6 വരണം. അപ്പോൾ ആരൊക്കെ വരും? -3 + 2 ആണെങ്കിലോ? -3 + 2 ആൻസർ -1. ഓക്കെ, -3 + 2 മൾട്ടിപ്പിൾ ചെയ്താൽ -6. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ 12 ഇൻറ്റു x - 3 ഇൻറ്റു x + 2 ഈക്വൽ ടു 0 എന്നാവും. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക? 12 എന്തായാലും 0 ആവില്ല. സോ ഐദർ x - 3 ഈക്വൽ ടു 0 or x + 2 ഈക്വൽ ടു 0. അപ്പോൾ x - 3 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് വരും? x ഈസ് ഈക്വൽ ടു -3 അപ്പുറം പോകും +3. x + 2 ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു +2 അപ്പുറത്ത് പോകുമ്പോൾ -2. സോ ദീസ് ആർ ദ ടു നമ്പേഴ്സ് വിച്ച് ഈസ് ഗോയിങ് ടു ഡിവൈഡ് ദ നമ്പർ ലൈൻ ഇൻ ടു സെവറൽ പീസസ്. നമുക്ക് നമ്പർ ലൈൻ എടുത്താൽ നടുക്ക് 0 ഉണ്ടെന്ന് വിചാരിക്കുക.
അപ്പോൾ 3 എവിടെ ഉണ്ടാവും? ഇവിടെ 3 ഉണ്ടാവും. ഇത് 0 ആണ്. -2 ഇപ്പുറം ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഈ നമ്പർ ലൈൻ എത്ര പീസായി ഡിവൈഡായി? 3 പീസസ്. ഫസ്റ്റ് പീസ്, സെക്കൻഡ് പീസ്, തേർഡ് പീസ്. സോ ഫസ്റ്റ് പീസ് ഏതാ? അങ്ങനെ വരും അല്ലേ? -∞ -2. ഇതോ? -2 3. ഇതോ? 3 അങ്ങ് പോകുന്ന നേരം +∞. 3 പീസസ് കിട്ടി. ഇത് നമുക്ക് ഓരോ പീസ് എടുക്കാം. ടേക്കിംഗ് -∞ -2. -∞ കൊടുത്തു. അപ്പോൾ -∞ -2 ഇതിൽ വരുന്ന ഒരു നമ്പർ നമ്മളെടുത്താൽ നമുക്ക് -3 എടുക്കാൻ പറ്റും അല്ലേ? ലെറ്റ് -3 ബിലോങ്സ് ടു -∞ -2. അപ്പോൾ അങ്ങനെ എടുത്താൽ എന്താവും? -3 എടുത്താൽ -∞ -2 എടുത്താൽ ഇതിലേക്ക് പോവാം. f' -3യിലേക്ക് പോവാം. f' -3. f' -3 എന്ന് പറയുമ്പോൾ f' ഇത് അല്ലേ? അപ്പോൾ 12 into -3 square minus 12 into -3 minus 72. That is 12 into -3 square, 12 into 9. 2 negatives positive ആവും. 36 multiple ചെയ്താൽ -72. 12 into 9. എത്ര 12 into 9? 12 into 9. 108. 108 plus 36 minus 72. 108 plus 36 144 minus 72. 144 minus 72 72 ആണ്. 72. അപ്പോൾ പോസിറ്റീവ് കിട്ടി. പോസിറ്റീവ് ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. Therefore f of x is strictly increasing. ഒരു ഇൻ്റർവെല് ഇതിൻ്റെ കാര്യം മനസ്സിലായി, അതിൽ ഇൻക്രീസിങ് ആണ്. ഇനി അടുത്ത ഇൻ്റർവെൽ നോക്കാം. ടേക്കിംഗ് ഏതാ? -2 3. -2 3 എന്ന് പറയുമ്പോൾ -0 വരും. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. ലെറ്റ് 0 ബിലോങ്സ് ടു -2 3. അപ്പോൾ f' 0 കൊടുത്താൽ എന്താവും? f' 0 കൊടുത്താൽ 12 into 0 square minus 12 into 0 minus 72. അപ്പോൾ ഇത് മൊത്തം 0 ആയി, ഇതും 0 ആയി, -72. So answer -72 negative. Therefore what? f of x is strictly decreasing. അതുപോയി. ഇനി ഒരു ഇൻ്റർവെൽ മാത്രം ബാക്കിയുണ്ട്. ടേക്കിംഗ് ഏത് ഇൻ്റർവെൽ? 3 ഇൻഫിനിറ്റി. ലെറ്റ് ആരെടുക്കാം? 4 എടുക്കാം. 4 ബിലോങ്സ് ടു 3 ഇൻഫിനിറ്റി. അപ്പോൾ എന്താവും? f' is equal to 12 into 4 square minus 12 into 4 minus 72. That is equal to 12 into 16 minus ഇത് 48 ആവും, minus 72. 12 into 16 means 12 into 16. 192 minus 48 minus 72. Minus 48 144 minus 72, that is 72 positive. Therefore f of x is strictly increasing.
സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഇൻക്രീസ് ആവുന്ന അതുപോലെ ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെല് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ കുറച്ച് ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അപ്പോൾ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ ആദ്യം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, പിന്നെ ഇൻക്രീസിങ് ഫംഗ്ഷൻ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഡിക്രീസിങ് ഫംഗ്ഷൻ, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ നമ്മൾ കണ്ടു. പിന്നെ അതിന് കറസ്പോണ്ടിങ് ഇൻ്റർവെൽസ് at which the function is increasing, like strictly increasing, decreasing, strictly decreasing. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ അതുവരെ ശ്രദ്ധിച്ച് പഠിക്കാം. അപ്പോൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.